അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകൾക്കിടെ നേതാക്കൾക്കായി ഫ്ലെക്സ് ബോർഡ് സജീവം. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനുമായി ഇന്നും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലും ദില്ലിയിലും ഇരു നേതാക്കളെയും പിന്തുണയ്ക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചു. പുതിയ UDF സർക്കാരിനെ ആരു നയിക്കും? അനിശ്ചിതത്വം ഇതുവരെ തീരാത്ത ചോദ്യം. നിർണായക നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നതിനിടെ നേതാക്കളെ പിന്തുണയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകം. തെരുവ് കീഴടക്കുന്ന സമ്മർദ്ദ നീക്കങ്ങൾ. തിരുവനന്തപുരത്ത് KPCC DCC ഓഫീസുകൾക്ക് മുന്നിലും സെക്രട്ടേറിയറ്റ് പരിസരത്തും KC-ക്കായി ഫ്ലെക്സ് ബോർഡ്. കുഞ്ഞുഞ്ഞിനു ശേഷം KC എന്ന തലക്കെട്ടിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ദില്ലി കേരള ഹൌസിന് മുന്നിൽ കെ.സി. വേണുഗോപാലിനായി ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. കാസർഗോഡ് നഗരത്തിലും കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് നയിച്ചവൻ നായകനെന്ന് രേഖപ്പെടുത്തിയ ബോർഡ് ഉയർന്നു. തനിക്കു വേണ്ടി ഫ്ലെക്സ് വെക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് കെ.സി. വേണുഗോപാൽ. അല്ലാതെ മറ്റേതെങ്കിലും പ്രചരണത്തിന്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ, ബാനർ വെക്കുന്നുണ്ടോ, അത് എന്റെ ആയാലും ആരുടെയായാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വി.ഡി. സതീശനായും വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. മലപ്പുറം തിരൂരങ്ങാടിയിൽ വി.ഡി. സതീശന്റെ ചിത്രം ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയെന്നും നിലപാടിന്റെ വിജയമെന്നും എഴുതിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. മൂവാറ്റുപുഴ ആയവനയിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ നേരുന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം കോട്ടയത്ത് കെ.സി. വേണുഗോപാലിനായി സ്ഥാപിച്ച ഫ്ലെക്സ് കറുത്ത പെയിന്റ് അടിച്ച് നശിപ്പിച്ചു. വിജയശില്പി കെ.സി. വേണുഗോപാലിന് അഭിവാദ്യമെന്നാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.